നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പോലീസിന് നേരെ ഗുണ്ടാക്രമണം. വടക്കേക്കാട് SI അനിൽകുമാറിന് ഗുരുതര പരിക്ക്. തിങ്കളാഴ്ച രാത്രി 10:15 കുന്നത്തൂർ ദേവാസുര ബാർ കോമ്പൗണ്ടിലാണ് സംഭവം. യുവാക്കൾ കത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്ന് വിവരമറിഞ്ഞാണ് പോലീസ് എത്തിയത്. വടക്കേക്കാട് സ്വദേശികളായ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രണവ്, രാഹുൽ, ഇവരുടെ സുഹൃത്ത് ബജീഷുമാണ് സംഘർഷത്തിലുണ്ടായിരുന്നത്. ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പ്രണവ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് SI അനിൽകുമാറിനെ കുത്തി പരിക്കേൽപ്പിച്ചു. മൂക്കിന് ഗുരുതര പരിക്കേറ്റ അനിൽകുമാറിനെ കുന്നംകുളം റോയൽ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിനുള്ള സംസ്ഥാന വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ CGHSS സ്കൂളിൽ സ്വീകരണം നൽകി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഗൈഡ്സ്, NCC, NSS, JRC, SPC വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയുമാണ് സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകിയത്. തുടർന്ന് നടന്ന യോഗം ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകരായ സിസ്റ്റർ സിമി മരിയ, സിസ്റ്റർ ഡൽഹി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൌൺസിലർമാർ, വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, PTA പ്രതിനിധികൾ, വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. മില്ലുകാരുടെ അനാസ്ഥയിൽ നെല്ല് സംഭരണം വൈകിയതിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പാടം പാടശേഖരത്തിലെ 80 ഏക്കർ മുണ്ടകൻ രണ്ടാം വിളവാണ് മില്ലുകാർ ഏറ്റെടുക്കാത്തത്. കൊയ്ത്ത് കഴിഞ്ഞിട്ടും പാടി കോർപ്പറേഷനുമായി രജിസ്റ്റർ ചെയ്ത് സർക്കാരുമായി കരാറുണ്ടായിട്ടും മില്ലുകാർ അകാരണമായി നെല്ല് ഏറ്റെടുക്കാതെ കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. വൻകിട കർഷകരല്ല എന്നതിനാൽ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചുവെക്കാൻ സൌകര്യങ്ങൾ കുറവാണ്. നെല്ല് വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയോ പൂപ്പലും മുളയും വന്ന് നശിക്കുകയും വിലയേറിയ ടാർപോളിൻ വാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് കർഷകർക്ക് ഇരട്ടി ബാധ്യത ഉണ്ടാക്കുകയാണ്. ഇതേ തുടർന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പാടത്ത് സന്ദർശനം നടത്തി. മഴ മുന്നറിയിപ്പ് വന്നതും കർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പരിഹാരം കാണേണ്ട ഉദ്യോഗസ്ഥർ ഗുരുതരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. അടിയന്തരമായി നെല്ല് ഏറ്റെടുക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്ത പക്ഷം വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്നും കൃഷിമന്ത്രി അടക്കമുള്ളവരെ വിഷയം ധരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എങ്ങനെയല്ല കൃഷിക്കാരെ കഷ്ടത്തിലാക്കാം എന്നുള്ളതാണ് മില്ലുകാരുടെ ഈ തെറ്റായ നടപടികൾ കൊണ്ടുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ 18 ദിവസമായിട്ട് നെല്ല് പാടത്താണ്. ഈ 18 ദിവസമായിട്ട് ഈ ടാർപ്പായ്ക്ക് വാടക കൊടുക്കണം. ഈ 18 ദിവസം രാത്രി കാവല് കിടക്കണം. രാത്രി പന്ന് വരും, ഈ ചാക്കൊക്കെ കുത്തിപ്പൊളിക്കും, നായ്ക്കൾ വരും, അത് ടാർപ്പായ്ക്ക് കടിച്ചു പൊളിക്കും. എല്ലാ ദിവസവും ആ പാടത്ത് കിടക്കുകയാണ്. കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞ് മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. മഴയും കൂടി വന്നാൽ പൂർണ്ണമായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി KB ജയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കർഷക സംഘം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം MT പോൾസൺ, VK ജയൻ, അഖില മുകേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കുടുംബശ്രീ അംഗങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച് ചാലിശ്ശേരിയിലെ സരസ് മേള. രുചിയും തിരക്കുമൊത്തുചേർന്ന ഫുഡ് കോർട്ടിൽ പ്രവർത്തിച്ച ഇവർ കൂട്ടായ്മയുടെയും ആത്മവിശ്വാസത്തിന്റെയും കരുത്താണ് സ്വന്തമാക്കിയത്. ആനക്കര CDS അംഗവും പഞ്ചായത്ത് ഹരിതസേന പ്രസിഡന്റുമായ K. സൈനബയുടെ നേതൃത്വത്തിൽ 76 പേർ അടങ്ങിയ കുടുംബശ്രീ അംഗങ്ങളാണ് ഫുഡ് കോർട്ടിൽ സജീവമായി പ്രവർത്തിച്ചത്. ലീഡർ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി നിന്നത് വിജയത്തിന്റെ രഹസ്യമെന്ന് ലീഡർ സൈനബ പറഞ്ഞു. സജീവമായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും സന്തോഷത്തോടെ അത് അനുസരിക്കും. കാരണം നമ്മൾ അവരുടേതായ ഒരു ഇഷ്ടത്തിന് സാറന്മാരും തന്നെ നല്ല സപ്പോർട്ട്. എന്ത് പറഞ്ഞാലും സാറന്മാരോട് ഞാൻ ഓക്കെ പറയുള്ളൂ, എനിക്ക് വയ്യാന്ന് പറയില്ല അതാരോടും. ശുചിത്വവും സേവനവും ഒരുപോലെ മുൻനിർത്തിയ പ്രവർത്തനങ്ങളിലൂടെ കുടുംബശ്രീയുടെ സംഘാടക ശേഷി ഇവർ തെളിയിച്ചു. ഇവരിൽ കന്നഡ, ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യമുള്ള 3 പേർ ഉണ്ടായത് ഇതര സംസ്ഥാന സ്റ്റാളുകളുമായി ആശയവിനിമയം നടത്താനും സഹായകരമായി. ഇതോടെ ഏകോപനവും സേവനവും കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനായി സാധിച്ചതായും ഫുഡ് കോർട്ടിലെത്തുമ്പോൾ എല്ലാം മറന്നുള്ള സന്തോഷമാണെന്നും കുടുംബശ്രീ അംഗം സുമലത നാഗലശ്ശേരി പറഞ്ഞു.
അനുഭവമാണ്. അറിയാവുന്ന കൂട്ടുകാർ അടിച്ചു പൊളിച്ച് ഞങ്ങൾ കപ്പൂസ് എങ്ങനെ പോകുന്ന ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഭയങ്കര തീരാതിരുന്നെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റുകാരെന്തെങ്കിലും ഞങ്ങളെ വിളിക്കാൻ. ഇനിയും കൂടുതൽ സരസ്മേളകളിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുകയാണ് 76-അംഗ കൂട്ടായ്മ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ബാക്കിയുള്ള അംഗങ്ങള് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികളുണ്ട്. അവര് പറയുന്ന താത്ത ഞങ്ങൾക്ക് വേറെ എവിടെ വിളിച്ചാലും ഞങ്ങൾ പോരാൻ തയ്യാറാ, താത്ത ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായാൽ മതി എന്നാണ്. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ CDS ഭരണസമിതിയിൽ ഭരണപക്ഷം വിവേചനം കാണിച്ചുവെന്ന് പ്രതിപക്ഷ ആരോപണം. എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും നിയമിക്കേണ്ട 5 വനിതാ മെമ്പർമാരെ ഇടതുപക്ഷ ഭരണസമിതി യാതൊരു കൂടിയാലോചനയുമില്ലാതെ LDFിൽ നിന്നുള്ള 5 മെമ്പർമാരെ മാത്രം നിയമിച്ചതായി പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിലും കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതിനാൽ കമ്മിറ്റിയിലേക്ക് പ്രതിപക്ഷത്തു നിന്ന് ഒരംഗത്തെയെങ്കിലും എടുക്കാൻ തയ്യാറാകാത്തത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. 16-അംഗ ഭരണസമിതിയിൽ 3 വനിതകളടക്കം 7 അംഗങ്ങൾ പ്രതിപക്ഷത്തുണ്ട്. ഇതിൽ 4 പേർ UDF അംഗങ്ങളും 2 അംഗങ്ങൾ BJPയും 1 സ്വതന്ത്രനുമാണ്. പ്രതിപക്ഷാംഗങ്ങളായ ഷംനാസ് തിച്ചൂർ, നാസർ, വാപ്പുട്ടി, സുബീഷ്, ബീവാത്തുട്ടി, ഷെറീന, ബിന്ദു തുടങ്ങിയവർ വിയോജനക്കുറിപ്പ് നൽകി. പാവർട്ടി ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ സംഗീത സംവിധായകൻ മോഹൻ സിത്താര അഡ്വക്കേറ്റ് സുജിത് ഐനുപുള്ളിക്ക് നൽകി നിർവഹിച്ചു. സിനിമാ സംവിധായകൻ ദേവരാജൻ മൂക്കോല, ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കാട്ടകാമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി ഉദ്ഘാടനം ചെയ്തു. KK ഷമീർ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KA അഭിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. പാലയൂർ ചേഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കളംപാട്ട്, ദീപാരാധന, കേളി, തായമ്പക, എഴുന്നള്ളിപ്പ് എന്നിവ 7 ദിവസങ്ങളിലായി നടക്കും. മകരച്ചൊവ്വ ദിവസം നടക്കുന്ന മഹോത്സവത്തോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. ചർമ്മം ഗുരുവായൂർ തൈക്കാട് ജുമാഅത്ത് പള്ളിക്ക് സമീപം വലിയകത്ത് പടിഞ്ഞാറയിൽ അബു ഹാജി നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൈക്കാട് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. റംല ഭാര്യയും അഫ്സൽ, അനീഷ്, അൻഷാദ്, അൻഷ എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ തിരുവെങ്കിടം അകമ്പടി പത്മാവതി അമ്മ നിര്യാതയായി. 77 വയസ്സായിരുന്നു. പരേതനായ പുരുഷോത്തമൻ നായർ ഭർത്താവാണ്. വിനോദ് കുമാർ, വിജയകുമാർ എന്നിവർ മക്കളാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. പഴഞ്ഞി മേലെ പട്ടിത്തടം പുലിക്കോട്ടിൽ പരേതനായ ശീമോൻ ഭാര്യ മറിയാമ്മ നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ഷിജി, ഷാജൻ എന്നിവർ മക്കളാണ്. വെള്ളാറ്റഞ്ഞൂർ തോട്ടാൻപറമ്പിൽ പരേതനായ രാമദാസ് ഭാര്യ വത്സല നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. വിജി, ബിജു എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.